ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്തേ സജ്ജനങ്ങളെ. ചരിത്ര പ്രാധാന്യമുള്ളതും പുണ്യപുരാതനവും പരമപവിത്രവും രാജകീയ ബന്ധമുള്ളതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായ ആശ്രിത വത്സലനായ തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ നടന്ന അഷ്ടമിരോഹിണി തൃക്കൊടിയേറ്റ് മഹോത്സവം 2022 ആഗസ്റ്റ് 18 മുതൽ 22 വരെ നടക്കുകയുണ്ടായി. അതിൽ 4ാം ഉത്സവ ദിവസത്തിൻ്റെ സഹസ്രദീപ കാഴ്ചയുടെ പ്രസക്ത ഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് സ്വാഭിമാനം ഈ വീഡിയോ ഭക്തജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ഈ വീഡിയോ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്ത് തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണസ്വാമി ഭഗവാന്റെ അനുഗ്രഹ ആശിസ്സുകൾക്ക് പാത്രീഭൂതരാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഹരിപ്രിയ പ്രൊഡക്ഷൻസിനു വേണ്ടി ഹരിപ്രിയ രാജ്കുമാർ. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
ശിവപാദം ക്ലാസിക്കൽ ഡാൻസ് അവതരണം മയൂക നൃത്ത വിദ്യാലയം പാമാകോട്. രാത്രി 9 മണിക്ക് നാടകം കനൽ. നടയിൽ കാണുന്നു നിത്യവും ഹോമം അവിധുമല ജനങ്ങളെ, ചരിത്ര പ്രാധാന്യമുള്ളതും പുണ്യപുരാതനവും പരമപവിത്രവും രാജകീയ ബന്ധമുള്ളതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായ തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം
നാടിന്റെ സമസ്ത ജീവജാലങ്ങൾക്കും ഐശ്വര്യദായകമായി പരിലസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തിയോടും ശ്രദ്ധയോടും കൂടി പ്രാർത്ഥിച്ചാൽ ഇഷ്ടവരം നൽകുന്ന തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടെ കുടികൊള്ളുന്നത്. തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി തൃക്കടിയേറ്റ് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള നാലാം തിരു ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ മയൂഹ നൃത്ത വിദ്യാലയം പാമാങ്കോട് അവതരിപ്പിക്കുന്ന ക്ലാസിക്കൽ ഡാൻസ് ആരംഭിക്കുന്നതാണ്. രാത്രി 9-ന് പള്ളിവേട്ട കഴിഞ്ഞെങ്കിൽ 10:30-ന് വേട്ട കഴിഞ്ഞ് തിരിച്ച് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം റോഡ് പുറപ്പെട്ട് കൂട്ടുകുന്ന ജംഗ്ഷനിൽ ആചാരപ്രകാരം പള്ളിവേട്ട എഴുന്നള്ളുമ്പോൾ 10 ജനങ്ങൾക്ക് പട്ടപൂജി നിറവറയും 10:30-ന് വേട്ട കഴിഞ്ഞ് ആരംഭിക്കുന്നതാണ്. എല്ലാ നല്ലവരായ നാട്ടുകാരെയും നല്ലവണ്ണം അങ്ങോട്ട് എല്ലാവർക്കും ശരിക്കും എടുക്കണം കേട്ടോ. ഫോട്ടോ ക്യാമറ നല്ലവണ്ണം ഇറക്കണം. ഇവിടെ പണം ഉണ്ടോ? നല്ലൊരു പോലെ അത് കൊടുത്താ
തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന്റെ 5ാം ഉത്സവ ദിവസമായ ഓഗസ്റ്റ് 22 തിങ്കളാഴ്ച രാവിലെ 4:30 പള്ളി ഉണർത്തൽ. 5 മണിക്ക് നട തുറക്കൽ, നിർമ്മാല്യം, അഭിഷേകം, വാക്കുചാർത്ത്, മലർ നിവേദ്യം. 6 മണിക്ക് ഗണപതി ഹോമം. തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നമ്മുടെ നാട്ടിലെ
വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ തന്നെ അത്രയും പഴക്കവും അതുപോലെ അത്രയും ആചാര പെരുമയുമുള്ള അമ്പലമാണ് ഈ രാജകീയ ബന്ധുവൊക്കെ ഉള്ള ഒരു അമ്പലമാണിത്. ഇത് കൂവക്കര മഠം വക ആണ് ഈ ക്ഷേത്രം ഉള്ളത്. ഈ തിരുവിതാംകൂറിലെ പല ക്ഷേത്രങ്ങളും കൂവക്കര മഠം ത്തിൻ്റെ അധീനത്തിലുണ്ടായിരുന്നു. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. കരമന നദിയുടെ തീരത്താണ് ഇത് നമ്മുടെ അമ്പലം നിലനിൽക്കുന്നത്. കിഴക്ക് ദർശനമാറ്റും നദി വടക്കോട്ട് ഒഴുകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തെക്ക് വടക്കോട്ട് ഒഴുകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം. അതെ, മുക്കുന്നുമല്ല കാശിക്ക് തുല്യമായിട്ട് വരും. ഇവിടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പഴക്കമുള്ള ക്ഷേത്രമാണെങ്കിലും പിന്നീട് അത് നശീകരണത്തിലോട്ട് വന്നുവെങ്കിലും ഞങ്ങളുടെ ഇത് ഒരു ട്രസ്റ്റ്, നാട്ടുകാരുടെ ഒരു ട്രസ്റ്റ് രൂപം കൊള്ളുകയും അത് ഇത്രയും വളരെ വിപുലമായ രീതിയിൽ ഇതിനെ പുനരുദ്ധാരണമൊക്കെ ചെയ്ത് ഇപ്പോൾ കൊടിമരവും അതോടൊപ്പം മറ്റ് ഉത്സവങ്ങളും മറ്റ് ആചാരങ്ങളൊക്കെ എല്ലാം വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു വരുന്നു. അഷ്ടമിരോഹിണി മഹോത്സവമാണ് ഈ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇത് എത്ര മാത്രം പഴക്കമുണ്ടെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ഏകദേശം ഈ വളരെ പുരാതനം എന്ന് തന്നെ പറയാം. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണിത്. ഇതിൽ ഇവിടെ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ ആ കാലഘട്ടത്തിലുള്ളത് തന്നെയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രമായി അത്രയും കാലഘട്ടത്തിൽ വരുന്നത് തന്നെയാണ്. കാരണം കൂവക്കര മഠം വകയാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അമ്പലത്തിൻ്റെയും ആദ്യം ഉണ്ടായത്. ഇവിടെ 2 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് തൃക്കണ്ണാപുരത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഈ നദിയുടെ മറുകരയിൽ മഹാദേവ ക്ഷേത്രവും. അത് ശ്രീചക്രത്തിൽ മഹാദേവനാണ്. ഇവിടെ തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. കാരണം ഇത് 2 പ്രതിഷ്ഠയും ഒരേ സമയം നടന്നു എന്നാണ് പുരാതന ആൾക്കാരായിരിക്കും. അതോടൊപ്പം തന്നെ പഴക്കം അവിടെയുണ്ട്. പ്രതിഷ്ഠ നടക്കും. കാരണം ഇതിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് തൃക്കണ്ണാപുരത്ത് യഥാർത്ഥത്തിൽ മഹാദേവൻ്റെ പ്രതിഷ്ഠയും ചക്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയും വരുന്നതിന് തിരിച്ച് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. രണ്ടും ചക്രത്തിൽ എന്നതല്ലേ പറയുന്നത്. തൃക്കണ്ണാപുരത്ത് യഥാർത്ഥത്തിൽ മഹാദേവൻ്റെ പ്രതിഷ്ഠയും ചക്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയും വരേണ്ടടുത്ത് അത് തിരിഞ്ഞു പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തൃക്കണ്ണാപുരത്ത് മഹാവിഷ്ണു, ചക്രത്തിൽ മഹാദേവനുമാണ് ഇപ്പോൾ പ്രതിഷ്ഠ ഉണ്ടായിട്ടുള്ളത്. ഇത് രണ്ടും കരമന നദിയുടെ തീരത്ത് തന്നെയാണ്. രണ്ടും 2 വശത്തായിട്ടാണ് ഈ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ടും അഷ്ടമി രോഹിണി മഹോത്സവം പിന്നെ കർക്കിടക വാവിന് ബലിതർപ്പണം നടത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് പങ്കെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ തൃക്കണ്ണാപുരം. കരമന നദിയുടെ തീരത്തായതുകൊണ്ട് ഈ അമ്പലത്തിൻ്റെ നടയിൽ ബലി ചടങ്ങുകൾ നടത്തുകയും അത് തർപ്പണം ചെയ്യുന്നത് കരമന നദിയിലും ആകുന്ന അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ആഘോഷങ്ങളെന്ന് പറയുന്നത് പൂജവെപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ 9 ദിവസം ഇവിടെ പൂജ വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം ദശമിക്ക് കുട്ടികളെ വിദ്യാരംഭം കുറിക്കുന്നുണ്ട്. നവരാത്രി സംഗീതോത്സവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉത്സവമായിട്ടില്ല എങ്കിലും ഭഗവതി സേവ, അതോടൊപ്പം പുസ്തകത്തിൻ്റെ പൂജ, സരസ്വതി പൂജ, പിന്നെ അങ്ങനെയുള്ള പൂജാകർമ്മങ്ങളൊക്കെ ഉണ്ട്. നവമി ദശമിയുടെ അന്ന് കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ചടങ്ങും ചെയ്യുന്നുണ്ട്. അതിനു പുറമെ ഇവിടെ തിരുവോണത്തിന് പ്രത്യേകിച്ച് പാൽപ്പായസത്തിൻ്റെ ഒരു ആഘോഷം ഉണ്ട്. പാൽപ്പായസ നിവേദ്യം അത് കൂട്ടായിട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പാൽപ്പായസം ഇവിടെ ആൾക്കാരുടെ എല്ലാവരുടെയും നേർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. സന്താന ഗോപാല ഹോമം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. സന്താന ഗോപാല ഭാവത്തിലാണ് ഭഗവാൻ കുടികൊള്ളുന്നതെന്നാണ് ഇവിടെ വിശ്വാസം. കാരണം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് സന്താനം ഉണ്ടാകുന്ന ധാരാളം സംഭവങ്ങൾ അനേകം ആൾക്കാർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരിവിടെ വന്ന് സന്താന ഗോപാല അർച്ചനകൾ പതിവായി നടത്തും. സന്താന ഗോപാല ഹോമം നമ്മുടെ ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. ധാരാളം ഉത്സവത്തിന് മാത്രമേ ഉള്ളൂ. ഉത്സവത്തിന് ഒരു പ്രാവശ്യം മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് അർച്ചന എല്ലാ ദിവസവും ഉണ്ട്. ഈ ഹോമം ഒരൊറ്റ ഉത്സവം സംബന്ധിച്ച് ഒരു ദിവസം ചെയ്യുന്നു. അത് തന്നെ അനേകം ആൾക്കാർ, ഭാര്യയും ഭർത്താവും അങ്ങനെ ഇവിടെ സന്താനങ്ങളില്ലാത്ത ഇവിടെ ഹോമത്തിൽ പങ്കെടുക്കുകയും അവർക്ക് അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ഇവിടെ വളരെയധികം ആൾക്കാർ എത്തുന്നുണ്ട്.
വളരെ ആൾക്കാർക്ക് അതിൻ്റെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ ആൾക്കാരുടെ എണ്ണം കൂടി ഭഗവാൻ അത്രയും പവർഫുള്ളാണ്. ഭഗവാൻ അത്രയും പവർഫുള്ളാണ്. പിന്നീട് എന്താന്ന് നമുക്ക് അറിയേണ്ടത്, എല്ലാ 1-ാം തീയതിയും അഖണ്ഡനാമവും അന്നദാനം ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 300 കിലോ അരി ഈ 1-ാം തീയതി 400 കിലോ അരി വരെ വെച്ച് അഷ്ടമി വേണ്ടിയിരുന്നു. മലയാള മാസം 1-ാം തീയതിയാണ്. എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഇങ്ങനെ ആയില്യ നാളുകളിൽ ആയില്യ പൂജയുണ്ട്. എല്ലാ 1-ാം തീയതി അന്നദാനം 1-ാം തീയതി എല്ലാ 1-ാം തീയതി അഖണ്ഡനാമമുണ്ട്. വൈകുന്നേരം വരെ അന്നദാനവും നടത്തും എല്ലാ മാസവും. അതേപോലെ ഈ ഉത്സവ നാളുകളിലും 3 നേരം അന്നദാനമുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവും അതുപോലെ മഹാറാണിയും ഇവിടെ വന്ന് പ്രത്യേകിച്ച് ദർശനം നടത്തി പോയിട്ടുണ്ട്. അവരുടെ നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടാണ് നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ രൂപീകരണം തന്നെ. മഹാരാജാവ് ഇവിടെ ദർശനം നടത്തിയ സമയത്ത് പറഞ്ഞു, നിങ്ങൾ നാട്ടുകാരുടെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിന് അന്നത്തെ അതനുസരിച്ച് തന്നെയാണ് ആ കാലഘട്ടത്തിൽ അവരെല്ലാം ഇവിടെ വന്ന് ദർശനം നടത്തി പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഭാഗത്തുനിന്ന് ഗൗരിലക്ഷ്മി വൈകിയാണോ ഈ ശ്രീകോവിലുണ്ട്. എല്ലാ വർഷവും അഷ്ടമി രോഹിണിയിലൊന്ന് പരിപാടിയും വേട്ടയുണ്ട്, ആറാട്ടുണ്ട്, എല്ലാം ഉണ്ട്. കൊടിയേറി ഉത്സവമാണ് ഇപ്പോൾ. നേരത്തെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കൊടിമരമൊക്കെ സ്ഥാപിച്ച് കൊടിയേറി 6 ദിവസത്തെ ഉത്സവവും 7-ാം ദിവസം അതിൻ്റെ ശുദ്ധി കലശത്തോടു കൂടി സമാപിക്കുന്ന ഉത്സവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാന ഉത്സവം അത് തന്നെയാണ്. പിന്നെ ആറാട്ട് സദ്യ വലിയ വിശേഷമാണ്. വളരെ വിശേഷമാണ്. ആറാട്ട് സദ്യയുണ്ട്, അഷ്ടമി രോഹിണിക്ക് ഞങ്ങൾക്ക് സമൂഹ സദ്യയുണ്ട്. അതോടൊപ്പം ഉത്സവം അവസാനിക്കുന്ന ദിവസം ആറാട്ട് സദ്യയുണ്ട്. ഇത് രണ്ടും ഇവിടുത്തെ നാട്ടുകാരുടെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്. രണ്ടിലും അത് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് പങ്കുകൊണ്ട് പോകുന്നുണ്ട്. നല്ല ഇതായിട്ട് പവർഫുള്ളായി നിൽക്കുന്ന കണ്ണനാണ് ഇവിടുത്തെ നിന്നാണ്. ദേവപ്രശ്നത്തിൽ ആഡംബ പ്രിയനാണ് കണ്ണൻ. വളരെയധികം ഇതാണ് സന്താന ഗോപാലത്തിന് ഏറ്റവും കുട്ടികളെ ഒന്ന് ഇവിടെ കിടന്ന് കളിച്ചാലും ഒന്നും പറയരുത്, ഭഗവാനും കൂടെ കളിക്കാൻ കാണുമെന്നാണ് ഉണ്ണിക്കണ്ണൻ്റെ ഭാവമാണ്. അതാണ് എൻ്റെ സത്യം. യഥാർത്ഥത്തിൽ മഹാവിഷ്ണു അമ്പലത്തിൽ കുട്ടികളെ കളിക്കുമ്പോൾ മഴക്ക് കുറയും. അമ്പലമാണ്, ശ്രദ്ധിക്കണം. ഇപ്പോൾ ദേവപ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞത് ഏത് കുട്ടികൾ കളിച്ചാലും വിട്ടോട്ടെ, അത് ഭഗവാൻ കളിപ്പിക്കുന്നതാണ്. അത് നമുക്ക് അത് ഭയങ്കര ഒരു രോമഞ്ഞം കൊള്ളുന്ന ഒരു കാര്യമാണ്. ഉണ്ണിക്കണ്ണനായതുകൊണ്ടാണ്, ആ ഭാവത്തിലായതുകൊണ്ടാണ്. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള വഴിയും കൂടെ ഒന്ന് പറയാം. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിനായിട്ട് തിരുവനന്തപുരം സിറ്റിയുടെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ഇവിടെ വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈസ്റ്റ് പോർട്ട് അല്ലെങ്കിൽ കിഴക്കേക്കോട്ടയിൽ നിന്ന്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ദൂരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ അത് പാപ്പനംകോട് വഴി, അതെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കന്യാകുമാരി റൂട്ടിൽ പാപ്പനംകോട് ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്ററോളം ദൂരമേ അമ്പലത്തിലെത്താൻ സാധിക്കും, ക്ഷേത്രമാകും. അതുപോലെ തിരുമല പോയി കഴിഞ്ഞാൽ തിരുമല വഴി അമ്പലത്തിലെത്താൻ തൃക്കണ്ണാപുരം വഴി നമ്മുടെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. 5-6 കിലോമീറ്ററുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ തിരുവനന്തപുരം സിറ്റിയും തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും തമ്മിൽ ഉള്ളു. ഈ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴിപാടും അത് എന്തിനു വേണ്ടിയാണെന്നും കൂടെ. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടായിട്ട് വരുന്ന പാൽപ്പായസമാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലുള്ളതുപോലെ തന്നെ ഇവിടെയും ധാരാളം ഭക്തജനങ്ങൾ എല്ലാ ദിവസങ്ങളിലും, പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം ഭക്തജനങ്ങളുടെ പ്രധാന വഴിപാട് പാൽപ്പായസ നിവേദ്യമാണ്. പിന്നെ അതെ, കാര്യസാധ്യതയ്ക്ക് വേണ്ടി പാൽപ്പായസ നിവേദ്യമുണ്ട്. പിന്നെ അവൽ നിവേദ്യം, തൃക്കൈ വെണ്ണ തുടങ്ങിയ മറ്റ് വഴിപാടുകളും എല്ലാ ദിവസങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ബുധനും വ്യാഴവും ദിവസങ്ങളിൽ ഇവിടെ അത് ഏറ്റവും കൂടുതലായിട്ട് നടന്നു വരുന്നുണ്ട്. മെയിനായിട്ടും പാൽപ്പായസം തന്നെയാണ്. പാൽപ്പായസ വഴിപാടാണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്. തൃക്കൈവെണ്ണയും മറ്റ് അർച്ചനകളും, ധാരാളം അർച്ചനകൾ ഇപ്പോൾ സന്താന ഗോപാല അർച്ചന ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. വിദ്യാസൂക്തം, സന്താനഗോപാലം, ഭാഗ്യസൂക്തം, സഹസ്രനാമാർച്ചന, ഇങ്ങനെ ധാരാളം അർച്ചനകളും മറ്റും നാനാഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഓഫീസ് വഴി ലഭിക്കുന്നുണ്ട്. നേരിട്ട് വരുന്നതിന് പുറമെ മറ്റ് ആൾക്കാർ വിദേശത്ത് നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുമൊക്കെ ഇത് അറിയാവുന്ന ആൾക്കാരെല്ലാം അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടേതായിട്ടുള്ള ചില അനുഭവം അവരുടെ
സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കുന്നതിനുള്ള ഇത് ചെയ്യുന്നുണ്ട്. അത് ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്. ധാരാളം ഭക്തജനങ്ങൾക്ക് അത് ലഭ്യമാക്കുകയും അതിലൂടെ വന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയും അതിന് വേണ്ട ഭഗവാന് വേണ്ട എല്ലാ സഹായങ്ങളും നമുക്ക് എന്ത് ചോദിച്ചാലും തരുന്ന രീതിയിലാണ് അവരുടെ രീതി. പ്രാർത്ഥനയുടെ ഫലമായി ഇവിടെ എന്ത് ചോദിച്ചാലും കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ്. എന്തും അതാണ്. കാരണം ഇത് കഴിഞ്ഞ 10-25 വർഷം കൊണ്ടാണ് ഇത്രയും വിപുലമായ രീതിയിൽ ഇത് കൊടിമരം, പിന്നെ ശ്രീകോവിലെല്ലാം പുനരുദ്ധരിപ്പിച്ചതാണ്. ഈ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ശ്രീകോവിലിൻ്റെ നിർമ്മാണം. ചുറ്റുമതിൽ, ആനക്കൊട്ടിൽ, കൊടിമരം, അങ്ങനെ ഒത്തിരി ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന് വേണ്ട എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മേജർ ക്ഷേത്രമാണ്. അതിപ്പോൾ നേരത്തെ ആൾക്കാരുടെ ഇടയിൽ ഇത് ഇത്രയും ഇത് പുരാതനമായ അമ്പലം ആയതുകൊണ്ട് ഇടക്കാലത്ത് അത് പണിതുകൊണ്ടുള്ള ഒരു മേൽക്കോയ്മയാണ്. വളരെ മേജർ ക്ഷേത്രമായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത്. ഇത് വെറും ചുറ്റുമതിലും ഗർഭഗൃഹം മാത്രമേ ഉള്ളൂമായിരുന്നു. അതിനുശേഷം ട്രസ്റ്റ് അതിനുശേഷമാണ് ഈ ശ്രീകോവിലെല്ലാം ഉണ്ടാക്കിയതും. ഈ ചുറ്റുമതിൽ, കൊടിമരം, ആനക്കൊട്ടിൽ ഇതെല്ലാം ഉണ്ടാക്കിയതെല്ലാം ട്രസ്റ്റ് വന്നതിന് ശേഷമാണ്. ആൾക്കാരുടെ അവർ വരുന്നതിനുള്ള അവരുടെ വിശ്വാസം, അവർക്ക് അനുഭവമാണ് ഈ കൂടുതൽ വർധനവയ്ക്ക് കാരണം. ഓരോരുത്തരുടെ കാര്യസാധ്യത നടന്നു കിട്ടുന്നതുകൊണ്ടാണ് ഈ കൂടുതൽ ആൾക്കാർ പ്രചോദനം ഉണ്ടാകുന്നതും വരുന്നതും. എന്ത് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് അവർക്കത് സാധിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കണ്ണനാണ് ഇവിടെ കുടികൊള്ളുന്നത്. പ്രത്യേകിച്ചും ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ധാരാളം വിവാഹ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. കുഞ്ഞൂണ് നടക്കുന്നുണ്ട്. പിന്നെ തുലാഭാരം, ഇത് ബുധനും വ്യാഴവുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്തരം ചടങ്ങുകൾ നടക്കുന്നത്. ധാരാളം വിവാഹ കർമ്മങ്ങളും ഈ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ചെയ്യുന്നുണ്ട്. വിവാഹ മണ്ഡപം ഉടനെ തന്നെ ചെയ്യുമോ? മണ്ഡപത്തിന് ചെയ്യാനുള്ള ഒരുക്കത്തിലുണ്ട്. നമ്മുടെ ഈ കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള കമ്മിറ്റിക്ക് ഒരു വിവാഹ മണ്ഡപം ചെയ്യണം. അതിനുവേണ്ടിയുള്ള സ്ഥലമൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. അത് ഉടനെ തന്നെ വലിയ താമസിക്കാതെ തന്നെ ഒരു മണ്ഡപം നമ്മൾ ഇവിടെ വരും എന്ന് തന്നെ പൂർത്തിയാവുള്ളൂ. അതെ.